ചെറിയ കുട്ടി ഉണ്ടായതിനു ശേഷം മൂത്ത കുട്ടിയിൽ ഭയങ്കര ചേഞ്ചസ്, ഭയങ്കര ദേഷ്യവും വാശിയും കുരുത്തക്കേടും, ചെറിയ കുട്ടീനെ തീരെ ഇഷ്ടമില്ലാത്ത പോലെ, അതിന് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പരാതികൾ വളരെ കോമൺ ആണല്ലേ. നമ്മുടെ പാർട്ട്ണർക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് മാത്രം കിട്ടിയിരുന്ന, അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് കിട്ടേണ്ടതെന്ന് വിശ്വസിച്ചിരുന്ന സ്നേഹവും കെയറിങ്ങും മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്തു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് തന്നെയാണ് ആ കുഞ്ഞു മനസ്സുകളിലും തോന്നുന്നത്. പാരൻസിൽ നിന്ന് ഇതുവരെ തനിക്ക് മാത്രം കിട്ടിയിരുന്ന അറ്റൻഷനും സ്നേഹവും അത് മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്തു പോകുന്നു, ഒരുപക്ഷെ തന്നേക്കാൾ കൂടുതൽ മറ്റൊരാളിലേക്ക് അത് ഷെയർ ചെയ്തു പോകുന്നു എന്നുള്ള ചിന്ത കൂടി അവരിലേക്ക് വരുമ്പോൾ പല അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് അത് കാണുന്നതാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ബിഹേവിയർ ആയിട്ട് തന്നെ കാണണമെന്നില്ല. കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ പോലുള്ള പല ഫിസിക്കൽ ചേഞ്ചസ് ആയിട്ടും അവരിൽ കാണും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ അവരെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ട്രോമയായി അവരുടെ ഉള്ളിൽ കിടക്കുകയും ഫ്യൂച്ചറിൽ പല ബിഹേവിയറൽ ചേഞ്ചസ് ആയിട്ടും പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ആയിട്ടൊക്കെ കാണിക്കാനും സാധ്യതയുണ്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ, വളരെ കോൺഷ്യസ് ആയി നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുക്കുകയും എക്സ്പ്രസീവായിട്ട് സ്നേഹിക്കുകയും ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ കുട്ടിയുമായിട്ട് പല ആക്ടിവിറ്റീസിലും അവരെ ഇൻക്ലൂഡ് ചെയ്യുക. സോ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും അവനെ അക്സെപ്റ്റ് ചെയ്യാനും അത് കാരണമാവും. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നൊക്കെ പൊതുവെ കേൾക്കാറുള്ള, കുഞ്ഞു വന്നപ്പോൾ നിന്നോടുള്ള സ്നേഹമൊക്കെ പോയി, അല്ലെങ്കിൽ നിന്നെ ആർക്കും വേണ്ടാതായി എന്നുള്ള ക്രൂര തമാശകളിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടാറുണ്ടല്ലേ. അങ്ങനെയുള്ള ഗിഫ്റ്റുകൾ മിനിമം അവരുടെ മുന്നിൽ നിന്ന് തുറക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുഞ്ഞിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എൽഡർ ബേബിക്കും എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈവൻ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക്, ബട്ട് കുഞ്ഞു മനസ്സുകളല്ലേ, നമുക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും.